ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ നമ്മൾ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ബൈ വന്നപ്പോഴേക്കും ഈ സമയമായി. അപ്പോൾ ഈവനിങ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഓഫുള്ള ദിവസം എങ്ങനെയാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഈവനിങ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. ഒന്നുമില്ല, ജസ്റ്റ് സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങി ഇനി 2-3 ഷോപ്പിലൊന്ന് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ മെയിൻ ഉദ്ദേശം ചാരിറ്റി സ്റ്റോറിലൊന്ന് പോകണം. നമ്മുടെ ക്രിസ്മസ് ട്രീ നവംബറിൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. അത് മാറ്റുമ്പോൾ വേറെ എന്തെങ്കിലും അവിടെ വെക്കണം. അതിനാണ് മെയിനായിട്ട് പോകുന്നത്. പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായ ബ്രേക്ക് തീരെ കുറവാണ്. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന ഒരാളാണ് കാണുന്നത്. ഗൂഗിൾ വീണ്ടും പറ്റിച്ചു. ഗൂഗിൾ പറഞ്ഞു ഇത് ഓപ്പൺ ആണെന്ന്, പക്ഷെ ഇത് ശരിക്കും ക്ലോസ്ഡ് ആയിരുന്നു. ഭയങ്കര നിരാശയായി പോയി, ഫെഡപ്പായി പോയി. എനിക്ക് വിഷമമൊന്നും ഇല്ലാട്ടോ എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിക്കലാണ്. എനിക്ക് ശരിക്കും വിഷമമുണ്ട്. വന്ന കാര്യവും നടന്നില്ല. വെറുതെ അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയതല്ലേ. അവസാനം എത്തി നിൽക്കണത് ഈ ഒരു കടയിലാണ്. ഒന്നുമല്ല, എനിക്കൊരു ബുക്ക് വേണം. ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഏത് ബുക്ക് എടുക്കുന്നത്. ഈ ഗ്രീൻ ബുക്കാണ് ഞാൻ എടുത്തത്. ഒന്നുമല്ല, ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോഴാണ് പുതിയ ആവശ്യങ്ങൾ ഇങ്ങനെ വരണേ. ഫേസ് വാഷ് മേടിച്ചു. പിന്നെ അവിടേക്ക് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നു. കാര്യം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എവിടെന്നോ ഒരു വിശപ്പ് വന്നു. അതങ്ങനെയാണ്, പുറത്തിറങ്ങുമ്പോഴാണ് ഈ വിശപ്പ് കൂടുന്നത്. ആ മെക്ഡിയിലെ അതാണ് നമ്മുടെ സ്ഥിരം തട്ടുകട. അവിടെ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ച് തൽക്കാലം വയറ് നിറച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായി ഉണ്ടായിരുന്നു. ഒരു 4 മണി 4:30 ആയിട്ടുള്ളൂ. ഇനി മാർച്ച് വരെ ഇതിങ്ങനെ ഇരിക്കും. ഒന്ന് പുറത്തിറങ്ങിയ സമയം ഇങ്ങനെ ഓടിപ്പോകും. മാത്രമല്ല നമുക്കിങ്ങനെ ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ക്യാൻറ്റീൻ എനിക്ക് അത്ര അർജൻറ്റായിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അതും എടുത്ത് നമ്മൾ തിരിച്ചു പോന്നു. നെക്സ്റ്റ് പരിപാടി ഹെയർ ഓയിലിംഗ് ആണ്. ഹെയർ ഒന്ന് ഓയിൽ ചെയ്യണം, വാഷ് ചെയ്യണം, അത്രയേ ഉള്ളൂ. കാരണം ഇന്ന് ഒരു ദിവസം എനിക്ക് ഓഫുള്ളൂ. നാളെ തൊട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ രാവിലെ തൊട്ടിങ്ങനെ വൈകുന്നേരം വരെ മടി പിടിച്ചിരുന്നു. ലാസ്റ്റ് നിമിഷമാണ് എല്ലാം കൂടി ചെയ്യണേ. പണ്ടേ തൊട്ട് നമ്മുടെ ഒരു ശീലമാണ്, എല്ലാം ലാസ്റ്റ് സമയമാകുമ്പോൾ ചെയ്താലാണ് നമുക്ക് ആ ഒരു ഇത് വരുള്ളൂ. പുൽക്കൂടൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇതുവരെ അനക്കിയിട്ടില്ല. ഈസ്റ്ററൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരിക്കും പുൽക്കൂട്. പക്ഷെ അത്രയും നേരം വെക്കാൻ പറ്റില്ല, നമുക്ക് ഉടനെ മാറ്റണം. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ആലോചിച്ചത്, ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറ്റാം. കാരണം ഒരു അരമണിക്കൂർ സമയമുണ്ട്. ഈ ഒരു നോ സ്പോർട്സ് സ്ട്രിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ ഒരു കോമഡി ലുക്കാണ്. കുറച്ചു നേരം കണ്ണാടിയൊക്കെ നോക്കി ആസ്വദിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്ഥിരം ഹോബിയാണിത്. സ്വന്തം വീഡിയോ ഇങ്ങനെ കാണുക, നിർവൃതി അടങ്ങുക. ഇതാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇഷ്ടമാണെങ്കിൽ, ഞാനിടുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. ഒന്ന് വീണ്ടും പുറത്തു പോകണം, ഫ്രണ്ട്സിൻ്റെ അവിടെ വരെ പോകണം. അപ്പോൾ നമ്മൾ പുറത്തു പോവാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മിററാണ്. ഒരുങ്ങി പുറത്തു പോവുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് ഒരു സമാധാനം വരില്ല. അങ്ങനെ പുറത്തു പോയി വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. വന്നപ്പോൾ ഒരു 12-12:30 ഉണ്ടാവും. അത് കഴിഞ്ഞു. നമ്മളിന്ന് വാങ്ങിച്ചില്ലേ ആ ബുക്കിൽ മെയിനായിട്ട് ഞാൻ ആ ബുക്ക് വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിക്കണം. ഇനിയും വെച്ചാൽ ഞാനത് മറന്നു പോവും. അപ്പോൾ അത് ഒക്കെ ഒട്ടിക്കാനാണ് ഞാൻ ആ ജേണൽ മേടിച്ചത്. ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ ഈ ബുക്കാണ് മേടിച്ചത്. ഇത് ഞാനൊരു ജേണൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ കളർ ബുക്ക് മേടിച്ചത്. ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. എനിക്ക് ഗോൾ സെറ്റർ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് അതിടും. ഗോൾ സെറ്റ് ചെയ്യണ അതിന് റെഫർ ചെയ്ത് വീഡിയോ ഉണ്ടാക്കണം. ഈ ജേർണലിംഗ് എന്ന് പറയണത് ഞാൻ പണ്ടേ ചെയ്തായിരുന്നു. പക്ഷെ ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ല. പല നേരങ്ങളിൽ പല ബുക്കുകളിൽ
കുറിച്ചൊക്കെ വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് സ്ഥിരമായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി ഒക്കെ കിട്ടാൻ ഇത് അടിപൊളിയാണ്. ഒത്തിരി സമയമെടുത്ത് ഡെക്കറേറ്റൊക്കെ ചെയ്ത് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ജേണൽ ചെയ്യാനുള്ള നേരം ഇന്ന് എനിക്കില്ല. കാരണം ഇന്ന് തന്നെ എനിക്കിത് ചെയ്ത് തീർക്കണമായിരുന്നു. ഇനിയും ഇത് നീട്ടി വെക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തു. അവസാനം ഒരു ഹൈലൈറ്റർ എടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. പോയിന്റ് ബൈ പോയിന്റ് ആണ് എഴുതിയത്. ഒത്തിരി ആർഭാടത്തിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ ഡൂഡു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു പ്ലാനും ഇല്ലാത്ത ഒരു ഈവനിങ് ആണ് എൻ്റെ യൂഷ്വൽ ഓഫ് ഡേയിലുള്ള ഈവനിങ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സമയം 1 മണി അങ്ങാണ്ടായി. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബൈ ബൈ ഫ്രം മീ ആൻഡ് ഡൂഡു. ബൈ.